മാലയോഗം ഭാഗം 11. എന്നാ പിന്നെ ആ സാറിനൊന്ന് ഹോണടിച്ചൂടെ? ചുറ്റും കൂടി നിന്നവരും ദൃക്സാക്ഷികളും അന്യോന്യം വാഗ്വാദങ്ങൾ നിരത്തി തർക്കിച്ചു. ഒരെത്തും പിടിയില്ലാതെ ഉണ്ണിമായ അവനെ നോക്കി നിന്നു. ബാങ്ക് മാനേജറാണ്. പക്ഷേ ആരാ? വെങ്കിടേശോ വിഘ്നേശോ? ഉണ്ണിമായ ഇതും ചിന്തിച്ചാണ് കണ്ണുമീച്ച് നിൽക്കുന്നത്. വിഘ്നേഷ് സാറിന് കുറ്റിത്താടിയും കട്ടിപ്പുരികവും, വെങ്കിടേഷ് സാറിന് തിരിച്ചും. നിമിഷയുടെ വാക്കുകൾ ഓർമ്മയിൽ വന്നതും മുൻപിൽ നിൽക്കുന്നത് വിഘ്നേഷ് സാറാണെന്ന് അവൾക്കുറപ്പായി. താൻ ഓഫീസിലെ ഉണ്ണിമായയല്ലേ? അവൻ എന്തോ ചിന്തിച്ചുകൊണ്ട് ചോദിച്ചു. അതെ സാർ. അവൻ്റെ സ്വഭാവം അല്പം ശൗര്യമേറിയതാണെന്ന് ഓർക്കെ മറുപടി കിട്ടാതെ അവളൊന്ന് ഉയറി. ശരി, കയറ്, ഹോസ്പിറ്റലിൽ കൊണ്ടാക്കാം. അവന് ധൃതി വെച്ച് കാറിലേക്ക് കയറി. വേണ്ട സാർ, ഹോസ്പിറ്റലിൽ പോകാൻ മാത്രം എനിക്ക് കുഴപ്പമൊന്നുമില്ല. അവൻ കാണുമെന്ന് കരുതി കയ്യിലെ മുറിവ് സാരിത്തലപ്പ് കൊണ്ട് മറച്ചു പിടിച്ചു അവൾ മുന്നോട്ട് നടന്നു. അവൻ്റെ നോട്ടമൊന്ന് കാണാൻ, തിരിഞ്ഞു നോക്കാൻ മനസ്സ് പറഞ്ഞെങ്കിലും നിമിഷയുടെ വാക്കുകൾ അവളെ പേടിപ്പെടുത്തി. കീബോർഡിൽ ടൈപ്പ് ചെയ്യുമ്പോഴും കൈക്ക് നല്ല വേദന തോന്നിയിരുന്നുവെങ്കിലും അവൾക്കത് സാരമാക്കിയില്ല. കയ്യിലെ മുറിവ് കണ്ടതോടെ നിമിഷ കയ്യോടെ പൊക്കി. രാവിലെ നടന്ന സംഭവങ്ങളെല്ലാം വള്ളിപ്പുള്ളി വിടാതെ ഉണ്ണിമായ പറഞ്ഞു കൊടുത്തു. നിമിഷ നിർബന്ധിച്ച് അടുത്തുള്ള ക്ലിനിക്കിൽ കൊണ്ടുപോയി മുറിവിനെ ഡ്രസ്സ് ചെയ്യിപ്പിച്ചു. കാശൊക്കെ അവൾ തന്നെയാ കൊടുത്തത്. ഉണ്ണിമായുടെ കയ്യിൽ നാട്ടിൽ പോകാനുള്ള പണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഉണ്ണിമായ നിമിഷയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവൾ കവിതയാണെന്ന് ഒരു നിമിഷം തോന്നിപ്പോയി. സാലറി കിട്ടിയാൽ ഞാൻ തിരികെ തരാട്ടോ. ജോലിയിൽ വ്യാപൃതയായ നിമിഷക്കരികിൽ ഉണ്ണിമായ കെട്ടിവെച്ച കൈയും താങ്ങി ചെന്നിരുന്നു. ഇപ്പോൾ ആ കൈക്ക് നല്ല വേദന തുടങ്ങിയിരുന്നു. വെളിയിൽ നിന്ന് ചാടിക്കയറി ഗ്ലാസ് ഡോർ തള്ളി തുറന്ന് കടന്നു വരുന്നവനെ കണ്ട് എല്ലാവരും ഒന്നെഴുന്നേറ്റ് ഗുഡ് മോർണിംഗ് പറഞ്ഞു അവരവരുടെ സീറ്റിലിരുന്നു. ഇനി ആലോചിച്ച് തല പുണ്ണാക്കേണ്ട. ആ കയറി വരുന്നത് വെങ്കിടി സാറാ. സാർ പതിയെയാണ് നടത്തുന്നത്. നിമിഷ ലെഡ്ജറിൽ എഴുതുന്നതിനിടെ ഉണ്ണിമായ കേൾക്കാൻ പാകത്തിലുള്ള ശബ്ദത്തിൽ പറയുന്നുണ്ടായിരുന്നു. എന്നാൽ ഒരൊറ്റ തവണ മാത്രമേ നിമിഷ വെങ്കിടേശിനെ നോക്കിയിട്ടുള്ളൂ. അത്രയേറെ അവരുടെ ചലനങ്ങൾ അവളുടെ മനസ്സിൽ പതിഞ്ഞിരുന്നുവെന്ന് സാരം. വിജയലക്ഷ്മിയെ വീൽ ചെയറിൽ ഇരുത്തി ഭരതൻ ഉമ്മറത്തേക്ക് കൊണ്ടുവന്നു. ഉമ്മറക്കോലായിൽ തിണ്ണയിലും കസേരയിലുമായി കുറച്ചാളുകളിരിക്കുന്നുണ്ട്. വിശ്വനാഥനും കൃഷ്ണനുണ്ണിയും തിണ്ണയിലിരിക്കുന്നുണ്ട്. ഇരുവശത്തായി ഭാര്യമാരും നിൽപ്പുണ്ട്. കസേരയിലിരിക്കുന്നത് വിജയലക്ഷ്മിയുടെ സഹോദരങ്ങളാണ്. വിജയലക്ഷ്മിക്ക് എന്താണ് പറയാനുള്ളതെന്ന ആകാംക്ഷയായിരുന്നു ഭരതനൊഴിച്ചു ബാക്കിയുള്ളവരുടെ ഉള്ളിൽ. ഭരതൻ്റെ കല്യാണകാര്യത്തെക്കുറിച്ച് സംസാരിക്കാനാ എല്ലാവരോടും വരാൻ പറഞ്ഞത്. ശബ്ദത്തിന് ഒരു ഇടർച്ചയുമില്ലാതെ വിജയലക്ഷ്മി പറഞ്ഞു. പെൺകുട്ടിയെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അത് പറയുമ്പോൾ എല്ലാവരും നെറ്റി ചുളിച്ചു. ഉണ്ണിമായ. വിജയലക്ഷ്മി അവരുടെ വീൽ ചെയറിൻ്റെ അരികിൽ നിൽക്കുന്ന ഭരതൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചിരുന്നു. എത്രയൊക്കെ ധൈര്യം കാണിച്ചാലും സ്വയമൊരു തീരുമാനം എടുക്കുകയല്ലേ, അതിൻ്റെ ഒരു വിറയിൽ അവർക്കുണ്ട്. അതും സ്ത്രീകൾക്ക് യാതൊരു അവകാശവും കൊടുക്കാത്ത തറവാട്ടിലെ മുതിർന്ന സ്ത്രീ കൂടിയാകുമ്പോൾ. ഏതുണ്ണിമായ? സൗപർണിക ഉച്ചത്തിൽ ചോദിച്ചു. അതവരുടെ ഉള്ളിൽ നിന്നും അറിയാതെ പുറത്ത് ചാടിപ്പോയ ചോദ്യമാണെന്ന് എല്ലാവരും സൗപർണികയെ നോക്കിയപ്പോൾ വാ പൊത്തി ജാള്യതയോടെ നിൽക്കുന്നത് കണ്ടപ്പോൾ മനസ്സിലായിരുന്നു. ഭാമിനിയുടെ മകൾ ഉണ്ണിമായ. വിജയലക്ഷ്മി ഉത്തരം ഗൗരവത്തോടെ നൽകിയത് സൗപർണികയുടെ മുഖത്തേക്ക് രൂക്ഷമായി നോക്കിയായിരുന്നു. ഭാമിനിയുടെ മകളെയാണ് വിജയലക്ഷ്മി ഉദ്ദേശിച്ചത് എന്നറിഞ്ഞുള്ള ചോദ്യമാണ്.
സൗപർണികയുടേതെന്ന് അവർക്കറിയാമായിരുന്നു. ഒളിഞ്ഞും മറിഞ്ഞും ഭാമിനിയുടെയും വിജയലക്ഷ്മിയുടെയും സംഭാഷണങ്ങളിൽ നിന്നും അവളത് കാതോർത്തു വെച്ചതാണ്. അമ്മ എന്തൊക്കെയാ പറയുന്നത്? ഈ വീട്ടിലെ ബാല്യക്കാരിയുടെ മകളെയാണോ അമ്മ ഇളയമോന് കണ്ടുവച്ച വധു? വിശ്വനാഥൻ പുച്ഛത്തോടെ മുഖം തിരിച്ചു. എന്താ വിജയലക്ഷ്മി ഈ കേൾക്കുന്നത്? ഇലഞ്ഞിത്തറ മഠത്തിന് ഒരു പാരമ്പര്യമില്ലേ? അന്തസ്സില്ലേ? അതൊക്കെ ഞാൻ പറഞ്ഞിട്ട് വേണോ അറിയാൻ? വിജയലക്ഷ്മിയുടെ മൂത്ത സഹോദരൻ തോളിലെ മുണ്ട് നേരെയിട്ട് പ്രയാസപ്പെട്ട് എഴുന്നേറ്റു. വിജയലക്ഷ്മിയുടെ അരികിലെത്തി. ആതിരയുടെ പെൺമക്കളിൽ ഒരാളോ? എൻ്റെ മക്കളിൽ ഒരുവളോ ഉള്ളപ്പോൾ നീ ഇങ്ങനെ ഒറ്റയ്ക്ക് തീരുമാനം എടുക്കരുതായിരുന്നു. ആരുടെയും മുഖത്തേക്ക് നോക്കാതെ വിജയലക്ഷ്മി മുഖം കുനിച്ചാണ് ഇരിപ്പ്. അത് ഈ ചോദ്യങ്ങളെ നേരിടാനുള്ള ഭയം കൊണ്ടൊന്നുമല്ല, സ്വന്തം ഏട്ടനോട് എതിർത്ത് പറയേണ്ടി വരുമോ എന്ന ഭീതിയാണ്. ഇത് അമ്മ എടുത്ത തീരുമാനമല്ല. അമ്മയോട് ഇക്കാര്യം ഞാനാ പറഞ്ഞത്. എനിക്ക് ഉണ്ണിമായയെ ഇഷ്ടവുമാണ്. അതുവരെ മൗനമായി നിന്നു പൊടുന്നനെയുള്ള ഭരതൻ്റെ മറുപടി കേട്ട് എല്ലാവരും നിശബ്ദരായി. ഇപ്പം എങ്ങനെയുണ്ട്? എല്ലാം ഒറ്റക്കെട്ടാ? വിശ്വനാഥൻ്റെ ചെവിയിൽ സൗപർണിക പതിയെ പറയുന്നത് കൃഷ്ണനുണിയും മേഘ്നയും കേട്ടെങ്കിലും അവരത് ഗൗനിച്ചില്ല. കുടുംബത്തിൻ്റെ അന്തസ്സും തറവാട് മഹിമയൊന്നും ഇവിടെ ആരും പറയണ്ട. ഇതെല്ലാം നോക്കിക്കൊണ്ടു വന്നവരെയൊന്നും ഈ വീടിന് ഉപകരിച്ചിട്ടില്ല. പുരികമുയർത്തി വിജയലക്ഷ്മി സൗപർണികയെ നോക്കി. എൻ്റെ മരുമക്കളേക്കാൾ സ്നേഹമാണ് ഭാമിനിക്ക് എന്നോട്. എൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നതിലും ശുശ്രൂഷിക്കുന്നതിലും അവളൊരു കുറവ് വരുത്താറില്ല. അമ്മയുടെ അപ്പി കോരാനും മൂത്രം തുടക്കാനും നിങ്ങൾക്ക് അർപ്പല്ലേ? എന്നാൽ അവൾക്കതില്ല. പറഞ്ഞു നിർത്തുമ്പോഴേക്കും വിജയലക്ഷ്മി കിതച്ചിരുന്നു. ഒരു നെടുവീർപ്പോടെ അവർ വീൽ ചെയറിൽ ചാരിയിരുന്നു. അമ്മ എന്തൊക്കെ പറഞ്ഞാലും എന്നെ ഇതിനൊന്നും കിട്ടില്ല. എന്നെയും അറുത്തു മുറിച്ചു പറഞ്ഞു വിശ്വനാഥൻ പോകുമ്പോൾ ചാടിത്തുള്ളി സൗപർണികയും പിറകെ പോയി. പ്രതീക്ഷയോടെ വിജയലക്ഷ്മി കൃഷ്ണനുണ്ണിയുടെ മുഖത്തേക്ക് ഉറ്റുനോക്കിയെങ്കിലും അവനും മുഖം തിരിച്ചു. വിഷ്ണു നൽകുന്ന ചുംബനങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ ഉണ്ണിമായ മികൾ നന്നേ ഇറുക്കി ചിമ്മിയിരുന്നു. അവളുടെ ദേഹം മുഴുവൻ പുളകിതമായി. പൊടുന്നനെ അവനൊന്നും പറയാതെ മുന്നോട്ട് ദ്രുതഗതിയിൽ കുതിച്ചപ്പോൾ പതറിപ്പോയിരുന്നു ഉണ്ണിമായ. വിഷ്ണു! ഉറക്കെ വിളിച്ചവൾ അവന് പിറകെ ഓടുമ്പോഴും കേട്ട ഭാവം നടിക്കാതെ വിഷ്ണു നടത്തത്തിൻ്റെ ആക്കം കൂട്ടി. പിറകിൽ നിന്ന് ഒരു കൂട്ടം പെൺകുട്ടികളുടെ കൂട്ടച്ചിരി കേൾക്കുന്നുണ്ടെങ്കിലും ഉണ്ണിമായ അതൊന്നും വകവെക്കാതെ വിഷ്ണുവിനെ നോക്കി ഉച്ചത്തിൽ കരഞ്ഞു. ഓടുന്നതിനിടയിൽ മുൻപിലെ കുഴിയിലേക്ക് അവൾ കാല് തെന്നി വീണതും പെൺകുട്ടികളുടെ കൂട്ടച്ചിരി അയ്യോ എന്ന നിലവിളിയായത് അവൾ കേട്ടു. തല തറയിൽ വന്നിടിച്ചതോടെ ഒരു ഞെട്ടലിൽ അവൾ വീണിടത്ത് നിന്ന് ചാടി എഴുന്നേറ്റു. ചുറ്റും നോക്കിയപ്പോൾ ഹോസ്റ്റൽ മുറിയിലാണെന്നുള്ള സ്ഥലകാല ബോധത്തിലേക്ക് അവൾ തിരിച്ചെത്തിയിരുന്നു. കുറെ പെൺകുട്ടികൾ കണ്ണുമീച്ചും നിമിഷ ബെഡിൽ കിടക്കുന്ന ഒരുവളുടെ മുകളിൽ കയറിയിരുന്നും അവളെ വിസ്മയിച്ചു നോക്കുന്നുണ്ട്. വിവാഹ ലീവിന് ശേഷം ഹോസ്റ്റലിലെത്തിയ രാധികയെ കൂട്ടുകാർ പിടിച്ചിരുത്തി വിശേഷം തിരക്കുന്ന ഉത്സാഹത്തിലാണ്. മുൻപന്തിയിൽ നിമിഷയാണ്. പല പല കമ്പനികളിലും സൂപ്പർ മാർക്കറ്റിലും ബാങ്കിലുമൊക്കെ ജോലി ചെയ്യുന്നവരാണ് ആ ഹോസ്റ്റലിൽ ഉള്ളവരിൽ ഭൂരിഭാഗം പെൺകുട്ടികളും. എന്തെങ്കിലും പറ്റിയടോ? നിമിഷയാണ് ആദ്യം അരികിലെത്തിയത്. ഇല്ലെന്ന് തലയാട്ടി അവൾ മുറിയിലുള്ളവരെ നോക്കാതെ നിന്നു. ഈ വീക്ക് മുഴുവൻ തനിക്ക് വീഴ്ചയാണല്ലോ. നിമിഷ അവളെ അടിമുടി നോക്കി അരക്കെട്ടിന് കൈകുത്തി. അറിയാതെ ഒന്ന് കണ്ണടച്ചു പോയി. ബെഡിലാണെന്നുള്ള കാര്യവും ഓർത്തില്ല. ചുറ്റിക്കൂടി നിൽക്കുന്നവരെ ഒരു വട്ടമൊന്ന് നോക്കി ലജ്ജയുടെ കനത്ത ഭാരം ചുമന്നുകൊണ്ട് അവൾ മുറിവിട്ടിറങ്ങി. എടി രാധികെ, ഫസ്റ്റ് നൈറ്റിൻ്റെ ബാക്കി പറ. അങ്ങനെ ഇപ്പം കേട്ട് ആരും നിർവൃതി അണയണ്ട. ചുമ്മാ സമയം കളയാതെ വീട്ടിൽ പറഞ്ഞ് വല്ലവൻ്റെയും തലയിലാവാൻ നോക്ക്. എന്നിട്ട് സ്വന്തമായൊരു ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്ക്. പേര് പോലെ തന്നെ അതൊരു ഫസ്റ്റ് ഫീലിംഗ് ആയിരിക്കണം. മുറിയിൽ നിന്നുള്ള സംസാരങ്ങൾ ചിലതൊക്കെ കേട്ട് ഉണ്ണിമായ മുന്നോട്ട് നടന്നു. കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി ഡിക്കിയിൽ വെച്ച് അടച്ച് വിശ്വനാഥൻ ഡ്രൈവിംഗ് സീറ്റിൽ വന്നിരുന്നു. നിന്റെ മുഖമെന്താ ഇങ്ങനെ വീർത്ത് കെട്ടി?
വെളിയിലേക്ക് മുഖം തിരിച്ചിരിക്കുന്ന സൗപർണികയെ നോക്കി വിശ്വനാഥൻ തിരക്കി. ഈ കല്യാണമാണ് നടക്കുന്നതെന്നറിഞ്ഞാൽ ഞാനും മക്കളും എൻ്റെ വീട്ടിലേക്ക് പോകും. പിന്നെ ഇങ്ങോട്ടൊരു വരവുണ്ടാകില്ല. പറഞ്ഞില്ലെന്ന് വേണ്ട. പല്ലുകൾ ഞെരിച്ചു സൗപർണിക ഭീഷണി മുഴക്കി. അവനും കൂടെ താല്പര്യമുള്ള കാര്യമാണെന്ന് പറയുമ്പോൾ നമ്മളെങ്ങനെ ഈ കല്യാണാലോചന മുടക്കും? വിശ്വനാഥൻ നിസ്സഹായതയോടെ കൈമലർത്തി. അതൊക്കെ ഇലഞ്ഞിത്തറയിലെ വല്യാത്തോല് പറയിപ്പിക്കുന്നതല്ലേ. എനിക്കറിയാം നിങ്ങളുടെ അമ്മയെ. ഭാമിനി നോക്കും കണക്ക് അവരെ കൈവെള്ളയിൽ ഇട്ട് ഉണ്ണിമായ നോക്കുമെന്ന പൂതിയാ തള്ളക്ക്. കാശിനു വേണ്ടി വേല ചെയ്യുന്ന വേലക്കാരി പോലെ ആകുമോ വന്ന് കയറുന്നോള്? ഇന്നോ നാളെയോ ആയി നിങ്ങളുടെ അമ്മ ചാവും. പിന്നെ ആ മഠത്തിൽ ജീവിക്കേണ്ടത് നമ്മളാ. ഈ കഞ്ഞിക്ക് ഗതിയില്ലാത്തതിനെയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ നാളെ നമ്മുടെ മക്കളുടെ ഭാവിയും അത് ബാധിക്കും. സൗപർണികയുടെ വാക്കുകൾ കോപാഗ്നിയിൽ കത്തി. ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പറ. വിശ്വനാഥന് തല പെരുത്തു. തിരുവാതിരക്ക് ആതിര ചേച്ചി വരുമല്ലോ, ബാക്കി ഞാൻ പറയാം. സൗപർണിക ചൂടുള്ള ചർച്ചയ്ക്ക് വിരാമമിട്ട് എന്ന് മനസ്സിലായതും അയാൾ കാർ സ്റ്റാർട്ട് ചെയ്തു. ദിവസങ്ങൾ കടന്നുപോയി. എല്ലാ ദിവസവും വിഷ്ണുവിൻ്റെ ഫോൺ വിളിക്കായി ഉണ്ണിമായി കാത്തിരുന്നു. പക്ഷെ അവൻ വിളിച്ചില്ല. തന്നോട് മിണ്ടാതെയും പറയാതെയും വിഷ്ണുവിന് എങ്ങനെ ഇരിക്കാൻ കഴിയുന്നു എന്നോർക്കെ അവൾക്ക് അതിശയവും അതിലേറെ ദുഃഖവും തോന്നി. അതോ എല്ലാ ആണുങ്ങളും ഇങ്ങനെയൊക്കെ ആകുമോ? കീബോർഡിൽ തല ചായ്ച്ച് നിൽക്കുന്നവളുടെ മുടിയിൽ തലോടൽ കിട്ടിയതും അവൾ പതിയെ തല ഉയർത്തി. നിമിഷയും രാധികയും അവളെ തന്നെ ഉറ്റുനോക്കി നിൽക്കുന്നത് കണ്ടപ്പോൾ അവൾ കവിളിലൂടെ ചാലിട്ടൊഴുകിയ മിഴിനീർ തുടച്ചു. 2 ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു. എന്തു പറ്റി ഉണ്ണിമായ? നിന്റെ മുഖമാകെ ക്ഷീണിച്ചു കരുവാളിച്ചു പോയി. നമ്മൾ തമ്മിൽ അധിക നാളത്തെ പരിചയമില്ലെങ്കിൽ പോലും ശരിക്കുമുള്ള ഉണ്ണിമായ ഇങ്ങനെയല്ല എന്നെൻ്റെ മനസ്സ് പറയുന്നു. നിമിഷ അവളുടെ ഒപ്പം ഇരുന്നു. എനിക്ക് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് വെറുതെ തോന്നുന്നതാകും. ഉണ്ണിമായ അവരെ നോക്കി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. പുസ്തകങ്ങൾ എടുത്ത് ഭരതൻ മേശക്കരികിൽ ചെന്നിരുന്നു. യൂണിറ്റ് ടെസ്റ്റ് നടത്തിയതിൻ്റെ ഉത്തരക്കടലാസ് നോക്കാനുണ്ട്. ചിന്തയിൽ എപ്പോഴോ ഉണ്ണിമായ വന്നൊന്ന് പുഞ്ചിരിച്ചതും പുസ്തകത്താളിൽ ഒളിപ്പിച്ചു വെച്ച അവളുടെ പുഞ്ചിരിക്കുന്ന ഫോട്ടോ അവൻ പതിയെ എടുത്തുയർത്തി. കുറച്ച് പഴക്കമുള്ള ഫോട്ടോയാണ്. ഇന്നും ഈ ഫോട്ടോയിലുള്ളതുപോലെ അവളുടെ ചൊടിയും അകാരവടിവും കോട്ടവുമില്ലാതെ പുതുമയോടെയുണ്ട്. അവളുടെ കണ്ണുകൾ താമര പോലെ തെളിഞ്ഞിരിക്കുന്നു. അവളുടെ ചുണ്ടുകൾക്ക് ചെമ്പകപ്പൂവിൻ്റെ ദളങ്ങളെപ്പോലെ ചുവപ്പാണ്. മുടി 2 ഭാഗത്തേക്കും കൊമ്പ് പോലെ പിന്നിട്ടു റിബൺ കൊണ്ട് കെട്ടി യൂണിഫോം ധരിച്ചു ഇടവഴിയിലൂടെ 10ാം ക്ലാസ്സിലേക്ക് ട്യൂഷന് പോകുന്ന അവളുടെ മുഖം അവനോർത്തെടുത്തു. ഈ വേളകളിൽ ഒരിക്കൽ പോലും അവളിൽ കുരുങ്ങിയ അവൻ്റെ ഒളിമിഴികൾ ഉണ്ണിമായ കണ്ടിരുന്നില്ല. കാണാൻ ഒരവസരം അവൻ നൽകിയിരുന്നില്ല. ഭീതി കൊണ്ടോ ആത്മവിശ്വാസക്കുറവ് കൊണ്ടോ അറിയുന്നില്ല. ഭരതൻ ഫോട്ടോയെ ഒന്നുകൂടെ അവൻ്റെ അരികിലേക്ക് പിടിച്ചു. ഇന്ന് വരെ തൻ്റെ ഇഷ്ടം തുറന്നു പറയാനുള്ള ധൈര്യം കൈവന്നിട്ടില്ല. വീട്ടിലെല്ലാവരും അറിഞ്ഞ സ്ഥിതിക്ക് ഇനിയും വൈകിക്കില്ല. ആദ്യമായി എൻ്റെ ഇഷ്ടം തുറന്നു പറയേണ്ടത് അവളോടായിരിക്കണമെന്ന് ഏറെ ആഗ്രഹിച്ചിരുന്നതാ. വിധി മറ്റൊന്നായിരുന്നു. ഇലഞ്ഞിത്തറയിലെ ഭരതൻ നമ്പ്യാരെ ഈ ഉണ്ണിമായ്ക്ക് ഇഷ്ടമാകും. ഉള്ളാലെ അവൻ മന്ത്രിച്ചു. ഛർദ്ദിച്ചു അവശയായി ഹോസ്റ്റൽ മുറിയിൽ കിടക്കുന്ന ഉണ്ണിമായ്ക്ക് നിമിഷ അല്പം ചൂടുവെള്ളം കൊണ്ടുകൊടുത്തു. ആ അവസ്ഥയിൽ എന്തു ചെയ്യണമെന്നറിയാതെ പതറി നിൽക്കുകയായിരുന്നു രാധിക. ഇതിപ്പോൾ 2-3 തവണയായല്ലോ ഛർദില്. നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം ഉണ്ണിമായ. തളർന്നു കിടക്കുന്നവളുടെ അരികിൽ നിമിഷ ഇരുന്നു. കുറച്ച് കഴിഞ്ഞാൽ ഭേദമായിക്കോളും. നിങ്ങൾ വെറുതെ ഡ്യൂട്ടി കളയണ്ട, പോയിക്കോളൂ. ഞാൻ നാളെ ലീവ് ലെറ്റർ കൊടുത്തോളാം. ഉണ്ണിമായ എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു. തളർന്ന അവളുടെ നെറ്റിയിൽ വിയർപ്പ് കണങ്ങൾ പൊങ്ങി വന്നിരുന്നു. ഈ അവസ്ഥയിൽ തന്നെ തനിച്ചിട്ട് പോവാനോ?
നമുക്കൊന്ന് ഡോക്ടറെ കാണിക്കാം. വാർഡനും അത് തന്നെയാ പറയുന്നത്. നീ എഴുന്നേറ്റേ, മാറ്റിയെടുക്കൊന്നും വേണ്ട, ഈ ഇട്ടത് തന്നെ മതി. നിമിഷയോട് അധികം എതിർത്തു നിൽക്കാൻ ഉണ്ണിമായക്കായില്ല. നിമിഷയും രാധികയും ഉണ്ണിമായയെ കൂട്ടി ഓട്ടോയിൽ ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൻ്റെ കോമ്പൗണ്ടിൽ ഇറങ്ങിയതും നിമിഷ ബാഗിൽ നിന്നും പൈസ എടുത്തു കൊടുത്തു. ഒടുക്കം ഇറങ്ങിയത് ഉണ്ണിമായ ആയിരുന്നു. അതോടെ ഓട്ടോക്കാരൻ തിരികെ പോയി. കൂട്ടുകാരികൾക്കൊപ്പം നടക്കുമ്പോഴും അരുതാത്തത് എന്തോ സംഭവിക്കാൻ പോകുന്നുവെന്ന് അവളുടെ ഉള്ളം അലതല്ലി പറഞ്ഞു. ദേഹമാകെ വിറക്കാൻ തുടങ്ങിയതും കാലുകൾ കൂച്ചു വിലക്കിട്ടതുപോലെ ആ നിൽപ്പങ്ങനെ നിന്നു. മുന്നോട്ട് പോയെന്ന് മനസ്സ് ആവർത്തിക്കുന്നുണ്ടെങ്കിലും ഉണ്ണിമായക്ക് കാലുകൾ അനങ്ങിയില്ല. അതെ, അരുതാത്തത് എന്തോ സംഭവിക്കാൻ പോകുന്നു. ഭരതൻ അവിടെ ഉണ്ണിമായയോടൊപ്പമുള്ള ജീവിതം സ്വപ്നം കണ്ട് ഇരിക്കുകയാണ്. ഇവിടെ ഉണ്ണിമായക്ക് എന്താണ് സംഭവിച്ചത്? ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്? കാത്തിരിക്കണം കേട്ടോ. ഞാൻ അടുത്ത ഭാഗവുമായി ഉടനെ വരാം. തുടരും.